ഓരോ വ്യക്തിക്കും അവരുടേതായ ശരികളും ഇഷ്ടങ്ങളും ഉണ്ടെന്നും അത് മനസ്സിലാക്കി പരസ്പരം മാറിക്കൊടുക്കുകയാണ് വേണ്ടതെന്നും ഗൗരി പറഞ്ഞു. ബന്ധം വഷളാക്കി നശിപ്പിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് മാറി നിൽക്കാൻ തീരുമാനിച്ചത്. മാസത്തിൽ 2-3 ദിവസമെങ്കിലും ഒരുമിച്ച് ചിലവഴിക്കാൻ ആഗ്രഹിച്ചിരുന്നെങ്കിലും അതുപോലും ലഭിക്കാതെ വന്നപ്പോൾ ആ ബന്ധത്തിൽ തുടരുന്നതിൽ അർത്ഥമില്ലെന്ന് തോന്നി. പങ്കാളിയുടെ സാന്നിധ്യമാണ് തനിക്ക് പ്രധാനം, അല്ലാതെ മാരീഡ് എന്നൊരു സ്റ്റാറ്റസ് മാത്രം കൊണ്ട് നടക്കുന്നതിൽ കാര്യമില്ലെന്നും ഗൗരി പറയുന്നുണ്ട്. നിലവിൽ അഭിനയ രംഗത്ത് നിന്നും താൽക്കാലികമായി ഗൗരി കൃഷ്ണൻ വിട്ടുനിൽക്കുകയാണ്. എങ്കിലും ഇനിയും സീരിയലിലേക്കും സിനിമയിലേക്കും അഭിനയത്തിലേക്കൊക്കെ മടങ്ങി വരാനുള്ള എല്ലാ സാധ്യതകളും ഗൗരി പറയുന്നുണ്ട്. മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് വലിയ സ്നേഹമുള്ള, വലിയ ഇഷ്ടമുള്ള താരമാണ് ഗൗരി. ഓരോ വ്യക്തിയും ഓരോ രീതിയല്ലേ, അദ്ദേഹം അങ്ങനെയാണ്. ഓരോ വ്യക്തിക്കും ഓരോ തരം ഇഷ്ടങ്ങളുണ്ട്. ഓരോ തരം അവരുടേതായ ഇഷ്ടങ്ങളിലൂടെയും രീതികളിലൂടെയും തന്നെയാണ് എല്ലാവരും ജീവിക്കുന്നത്. അതുകൊണ്ട് ഇനിയൊരു ജീവിതം തിരഞ്ഞെടുക്കുമ്പോൾ ഇതൊക്കെ നോക്കി മാത്രമേ തിരഞ്ഞെടുക്കൂ. ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. അദ്ദേഹം വളരെ നല്ലൊരു മനുഷ്യനാണ്, അതിൽ തനിക്ക് തർക്കമില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ ഇഷ്ടങ്ങൾ വേറെയാണ്. എന്നെ ഇങ്ങനെ തന്നെ ഇഷ്ടപ്പെടണമെന്ന് എനിക്ക് വാശി പിടിക്കാനൊന്നും പറ്റില്ല. പുറത്തു പോവുകയോ ഫ്രണ്ട്സിനൊപ്പം സമയം ചിലവഴിക്കുകയോ ചെയ്യാത്ത ആളായതുകൊണ്ടായിരിക്കാം ഫാമിലി ടൈം എനിക്ക് വളരെ പ്രധാനമാണ്. പക്ഷെ അതെനിക്ക് കിട്ടിയില്ല. അത് അദ്ദേഹത്തിന്റെ തെറ്റൊന്നുമല്ല. അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായ ശരികളും താല്പര്യങ്ങളും ഉണ്ട്. മനുഷ്യനാണ്, ഇഷ്ടങ്ങളും താല്പര്യങ്ങളും ഒക്കെ മാറും. അത് മനസ്സിലാകുമ്പോൾ നമ്മൾ മാറിക്കൊടുക്കണം. ഫൈറ്റ് ചെയ്യാൻ നോക്കിയപ്പോഴെല്ലാം അത് കൂടുതൽ വഷളായി. അങ്ങനെ ആ ബന്ധം നശിപ്പിക്കാൻ എനിക്ക് താല്പര്യമില്ലെന്നും ഗൗരി പറയുന്നു. ഓരോ വ്യക്തിയും ഓരോ രീതിയല്ലേ, അദ്ദേഹത്തിന് എല്ലാം ഒറ്റയ്ക്ക് ചെയ്യാൻ ഇഷ്ടമാണ്. മാസത്തിൽ 2-3 ദിവസമെങ്കിലും ഒരുമിച്ച് ചിലവഴിക്കാൻ കിട്ടിയാൽ ഞാൻ ഹാപ്പിയാണ്. അതുപോലും കിട്ടാതെ വന്നപ്പോൾ ആ ബന്ധത്തിൽ തുടർന്നില്ല. ആ വ്യക്തിയെയും ആ വ്യക്തിയുടെ പ്രസൻസും തനിക്ക് വേണം, അല്ലാതെ മാരീഡ് എന്നൊരു സ്റ്റാറ്റസ് മാത്രം കിട്ടിയതുകൊണ്ട് ഒരു കാര്യവുമില്ലല്ലോ എന്നാണ് ഗൗരി പറയുന്നത്. എന്നാൽ ഈ ഒരു സംഭവം, ഈ ഒരു വാർത്ത പുറത്തു വന്നപ്പോൾ വലിയ രീതിയിലാണ് തനിക്കെതിരെ പലരും പറഞ്ഞതെന്നാണ് ഗൗരി പറയുന്നത്. സൗന്ദര്യമുണ്ടെങ്കിൽ എന്താ, വിവാഹബന്ധം വേർപെട്ടില്ലേ, വിവാഹം തുലഞ്ഞില്ലേ എന്നൊക്കെയാണ് പറയുന്നത്. സൗന്ദര്യത്തെ കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് ഒട്ടുമിക്ക ആളുകളും തന്നോട് സംസാരിക്കുന്നതെന്നും താനാണ്, അവളാണ് അവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് എന്ന രീതിയിലൊക്കെ പലരും പറയാറുണ്ട്. എന്നാൽ അതിലെന്താണ് തെറ്റ്? ഞാനാണ് തീരുമാനിക്കുന്നത്, അതിലെന്താണ് തെറ്റെന്നാണ് ഗൗരി ചോദിക്കുന്നത്. താണോ? ഞാൻ ഇങ്ങനെയാണ്. വെരി ഗുഡ്. ഉം. ഒന്നും ഞാൻ പ്രിറ്റൻഡ് ചെയ്യത്തില്ല. എൻ്റെ ഒരു ഇമോഷൻസും ഞാൻ ഹൈഡ് ചെയ്ത് വെച്ച് കാണിക്കത്തില്ല. എനിക്കത് പറ്റത്തില്ല. ഞാൻ എപ്പോഴും പറയും, എൻ്റെ ഇമോഷൻസ് എന്താണോ അത് ഞാൻ കാണിക്കും. എനിക്ക് സത്യം അത് ചില സമയത്ത് ഞാൻ തന്നെ ഇരുന്നാലും എനിക്ക് കുറച്ചൊന്ന് കൺട്രോൾ ചെയ്ത് കുറച്ച് ഫേക്ക് ആയിട്ടാണ് നിൽക്കണമെന്ന്. പക്ഷെ എന്നെ കൊണ്ട് അത് പറ്റുമെന്ന് തോന്നുന്നില്ല. അവിടെ ഞാനത് വിട്ടു. ബാക്കി കോൺസിക്വൻസസ് ഫേസ് ചെയ്യാൻ ഞാനിപ്പം മെന്റലി പ്രിപ്പയർഡ് ആണ്. സോ യു വെയർ ഓൾവേസ് സ്ട്രെയിറ്റ് ആൻഡ് സ്റ്റിൽ യു ആർ ഓൾവേസ് സ്ട്രെയിറ്റ്. എല്ലാം ഗൗരി ഗൗരിയായിട്ട് തന്നെയാണ് എപ്പോഴും ഉറപ്പായിട്ടും മരണം നിൽക്കാറുള്ളത്. വരെ എനിക്ക് ഇങ്ങനെ നിൽക്കാൻ പറ്റുള്ളൂ എന്ന് എനിക്ക് മനസ്സിലായി. ഐ ട്രൈഡ്. ഒന്ന് കുറച്ചൊക്കെ ഒന്ന് ഞാനല്ലാതെ നിന്നൊക്കെ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട് പല സിറ്റുവേഷൻസിലും. പക്ഷെ പല സിറ്റുവേഷൻസിൽ അഡ്ജസ്റ്റ് ചെയ്ത് നിന്നിട്ടുണ്ട്. പക്ഷെ എനിക്ക് പറ്റുന്നില്ല. പക്ഷെ ബീങ് എ സെലിബ്രിറ്റി അറ്റ് ടൈംസ് പുറത്തേക്ക് പോകുമ്പോഴും അല്ലെങ്കിൽ സൊസൈറ്റിയിൽ എന്തെങ്കിലും നടക്കുന്ന കാര്യങ്ങൾ കാണുമ്പോഴും അല്ലെങ്കിൽ നിങ്ങൾ അതിൻ്റെ ഒരു പാട്ടാവുമ്പോഴും, കാരണം ഈ മീഡിയയും ആൾക്കാരും ഒക്കെ പോർട്രേ ചെയ്ത് സെലിബ്രിറ്റി വായ തുറന്നു കഴിയുമ്പോഴത്തേക്ക് അതിന് വേറൊരു അർത്ഥത്തിലേക്കാണ് എത്തിക്കുന്നത്. അപ്പം മിക്ക സെലിബ്രിറ്റീസുകളും അവർക്ക് ചിലപ്പോൾ എന്തെങ്കിലും അവിടെ പറയണം എന്നുണ്ടാവും. പക്ഷെ ഈ പറയുന്ന സോക്കോൾഡ് മീഡിയയും പബ്ലിക്കിനെയും പേടിച്ചിട്ട് പലരും അവരുടെ അഭിപ്രായങ്ങൾ പറയാതെ തെറ്റിദ്ധരിക്കപ്പെടുമല്ലോ എന്ന് വിചാരിച്ച് പറയാതെ അവർ ഉള്ളിലേക്ക് അങ്ങ് ഒതുക്കും. അത്രയും ചില സിറ്റുവേഷനിൽ മാത്രമാണ് ചിലരങ്ങ് പൊട്ടിപ്പോകുന്നുണ്ടാവുക. അപ്പം ഗൗരിയും എപ്പോഴെങ്കിലും ഒക്കെ ഗൗരിക്ക് പറയേണ്ടത് തോന്നിയിരുന്ന പല കാര്യങ്ങളും ഉള്ളിൽ ഒതുക്കിയിട്ടുണ്ടോ? ഇപ്പം റീസെന്റ് നടക്കുന്ന ഇഷ്യൂസ്, ഈ ഇപ്പോഴത്തെ കല്യാണത്തിന് ശേഷം സൂയിസൈഡ്സ്, കൊല്ലപ്പെടുന്നത്, ഇതൊക്കെ കാണുമ്പോൾ അതിനെക്കുറിച്ച് പറയണം എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. ഞാൻ വീഡിയോസ് സ്റ്റിൽ എൻ്റെ ഫോണിൽ കിടപ്പുണ്ട്. വീഡിയോസ് ഞാൻ അതിനെ എടുത്തു വെച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് പോസ്റ്റ് ചെയ്യാൻ തോന്നിയിട്ടില്ല. ഇത് പേടിച്ചിട്ട്. കാരണം ഇത് ഇടുമ്പോ ഇതെങ്ങനെയാണ്, ഞാൻ ഇടുന്നതിൽ കറക്റ്റ് ആണെന്ന് എനിക്ക് ബോധ്യമുണ്ട്. പക്ഷെ മറ്റൊരു ക്യാപ്ഷനിൽ വരുമ്പോ ഇത് നേരെ, പക്ഷെ അത് ഇപ്പൊ ഞാൻ ഇടാത്തതെന്ന് പറഞ്ഞാൽ ഞാൻ കാരണം മറ്റൊരാളെ അത് ബാധിക്കാൻ പാടില്ല. അതുകൊണ്ട് അത് ഞാനൊന്ന് കോൺഷ്യസ് ആവുന്നുണ്ട്. ഇപ്പൊ ഞാൻ എന്തിട്ടാലും ചിലരെ അഫക്ട് ചെയ്യുന്ന അവസ്ഥയിലാണ് ഇപ്പൊ. അതുകൊണ്ട് ഞാനൊന്ന് സ്റ്റെപ്പ് ബാക്ക് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഓക്കെ. അപ്പൊ ശരിക്കും പേടിക്കണം ഒരു വായ തുറക്കുമ്പോഴും അല്ലേ, ഓരോന്നും ചെയ്യുമ്പോഴും എല്ലാം ഒന്ന് രണ്ടാലോചിക്കണം എന്ന് പറയില്ലേ, ആ അവസ്ഥയിലേക്ക് ആർക്കും എന്തും ആരെയും പറയാം എന്നുള്ളൊരു അവസ്ഥ ആയിട്ടുണ്ട്.
ഒരു ചേഞ്ച് എന്നുള്ള രീതിയിലോ എന്തോ ആണ് കല്യാണത്തിന് അന്ന് ബ്രൈഡായിട്ട് നിൽക്കുന്ന സമയത്ത് ഫുൾ അന്ന് ഗൗരി തന്നെ പറഞ്ഞു, ഞാൻ സ്വർണങ്ങളൊന്നുമല്ല അതെ ഇട്ടിരിക്കുന്നത്, ഞാൻ പറക്കാട്ടിന്റെ ഇതാണ് ഞാൻ ഫുൾ ഇട്ടിരിക്കുന്നത് എന്ന് പറഞ്ഞ് അന്നും അതിലും പറഞ്ഞപ്പം അതിനെയും രണ്ട് തരത്തിലാണ്. ആ ഇത് കാണിക്കാൻ വന്നിരിക്കുന്നു, പിന്നെ അത് ഇതിപ്പോ അങ്ങനത്തെക്കാട്ടി വാങ്ങിച്ചപ്പോ കൂടുതൽ ക്രിറ്റിസിസം കിട്ടിയത് സ്വർണം ഇടാത്തതിനാണ്. ആ അത് കൂടുതലും ഇതിപ്പോ ഞാൻ സ്വർണത്തിനെക്കാട്ടിലും പൈസ ആയല്ലോ, ഇങ്ങനെയൊക്കെ പലത് അത് കമന്റ്സും അവരുടെ ഉണ്ടായിരുന്നല്ലോ. ഫൂളിഷ്നെസ് അല്ലേ. എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ ഭയന്നു പോയത് എന്താന്ന് വെച്ചാൽ ലിറ്ററലി ആ ഒരു സമയത്ത് ഞാൻ ഭയന്നു, ദൈവമേ ഏറ്റവും കൂടുതൽ നമ്മൾ എന്താ വിചാരിക്കുക, ഇങ്ങനെ ഇരുമ്പോൾ നമ്മൾ പുരുഷന്മാരാണ് ഇതിനെ ഒപ്പോസ് ചെയ്യുക എന്നുള്ളതല്ലേ. ഉം. അല്ല, സ്ത്രീകളാണ്. എന്തുകൊണ്ട് ഈ സമൂഹം മാറുന്നില്ല എന്ന് എനിക്ക് മനസ്സിലായത് സ്ത്രീകളുടെ മെന്റാലിറ്റിയാണ് പ്രശ്നം. ഇത് നമ്മളുടെ എനിക്കറിയില്ല, കോമന്റ്സിൽ അല്ലാതെ പേഴ്സണലി എനിക്ക് തെറിവിളി കേട്ടിട്ടുണ്ട്. ഇൻസ്റ്റയില് മെസ്സേജ് സ്വർണം ഇടാത്തതിന് ആ സ്ത്രീകള് ഇതൊക്കെ ഓരോരുത്തരും പേഴ്സണൽ ചോയ്സ് നീ അല്ലേ. ആരാന്നാ നിന്റെ വിചാരം, ഇതൊക്കെ നമുക്ക് കിട്ടേണ്ട അവകാശമാണ് അച്ഛന്റെ അമ്മയുടെ നിന്നും. ഓ, അവകാശം ചോദിച്ചു വാങ്ങാത്തതിനുള്ള ഇതായിരുന്നു ചീത്ത വിളിയായിരുന്നത്. അതാ ഞാനപ്പോ ആലോചിച്ചു, ദൈവമേ ഭയക്കണം, സമൂഹത്തെ ഭയക്കണം എന്ന് എനിക്ക് അന്ന് മനസ്സിലായി. ശ്ശോ. സ്വന്തം അച്ഛന്റെ അമ്മയുടെയും പൈസ കളയാതിരിക്കാനായിട്ട് നമ്മൾ ഇങ്ങനെ ജസ്റ്റ് ഒരു 1 ഡേ അന്ന് എന്തിനാണ് ഈ സ്വർണം എന്ന് എന്തിനാണ് ചിന്തിച്ച് അല്ലാതെ നമ്മളിപ്പം ദാ ഇതൊക്കെ ചെറിയ ചെറിയ ഓർണമെന്റ്സ് നമ്മൾ ഇടുന്നുണ്ടല്ലോ, ഈ അന്നത്തെ ഒരു ദിവസം ഇത്രയും ഇതായിട്ട് എടുത്തിട്ട് നമ്മൾ പിന്നെ അത് യൂസ് ചെയ്യൂ? ഞാൻ യൂസ് ചെയ്യത്തില്ല. യൂസ് ചെയ്യുന്നവർക്ക് ഓക്കെ, അവരിട്ടോ. ഉം. ഞാൻ വളരെ റയർലി ആണ് ഗോൾഡ് യൂസ് ചെയ്യുന്നത്. എനിക്ക് കുപ്പിവളകൾ അങ്ങനത്തതിനോട് എനിക്ക് ഭയങ്കര താല്പര്യമാണ്. അപ്പൊ ഞാൻ ഇടുന്നത് ഞാൻ വാങ്ങിയാ പോരെ. അതുപോലെ ഞാൻ അവരുടെ ഇഷ്ടത്തിനൊക്കെ നിക്കണമെന്ന് പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു കുറ്റബോധം പോലും ഇല്ല. അത് നമ്മുടെ അവകാശമാണെന്നാണ് എന്നോട് ഒരു സ്ത്രീ എനിക്ക് മെസ്സേജ് അയച്ചതാണ്, നീയൊക്കെ എവിടെ നിന്നാ വരുന്നത്, അത് നമ്മളുടെ അവകാശമാണെന്ന്. ഇതിനൊക്കെ റിപ്ലൈ കൊടുക്കുവോ ഗൗരി? ചിലതിനൊക്കെ ഞാൻ നല്ലോണം കൊടുക്കും, നല്ലോണം ഞാൻ കൊടുക്കും. അങ്ങനെ ഒരു കുറെ ആ ഒരു കോൺവെർസേഷൻ അങ്ങനെ പോയിട്ടുണ്ടോ ആരുടെയെങ്കിലും? പലതവണ അങ്ങോട്ടും ഇങ്ങോട്ടും വന്ന് കൊടുത്തും വാങ്ങി, എന്നിട്ട് എപ്പോഴാ അത് ഫുൾ സ്റ്റോപ്പ് ചെയ്യാ? ഗൗരിയായിട്ടാണോ? ഞാൻ നിർത്തും, കാരണം പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാവുമല്ലോ. കാരണം അവരൊന്നും റിയാലിറ്റിയിലേക്ക് എത്തിയിട്ടില്ല. അതായത് എന്നാലേ നമുക്ക് ഭർത്താവിന്റെ വീട്ടിൽ വില കിട്ടുള്ളൂ. അങ്ങനെ സ്വർണ്ണം ഇട്ട് കിട്ടുന്ന വില അത് റിയൽ വിലയാണോ? എനിക്ക് ഇനി എന്റെ ചിന്തയുടെ പ്രശ്നമാണോ എന്ന് പോലും ഞാൻ ഒരു പോയിന്റിൽ ചിന്തിച്ചിട്ടുണ്ട്. ഇനി എന്റെ പ്രശ്നമാണോ ഇത്? എനിക്കാണോ തെറ്റിയത്? നമ്മളുടെ വില ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ഒരാളുടെ ക്യാരക്ടറിലും അയാളുടെ Yeah. പെരുമാറ്റത്തിലും. വെരി ട്രൂ. അല്ലെ, അതാണ് നമ്മൾ വില. നമുക്ക് നമ്മളോട് ഇപ്പം സെറ്റിൽ ചെല്ലുമ്പോ എനിക്കൊരു വില കിട്ടുന്നുണ്ടെങ്കിൽ അത് ഞാൻ സ്വർണ്ണം ഇട്ട് ഉണ്ടാക്കി എടുക്കുന്നതാണോ? അല്ല. അല്ല, അത് നമ്മളുടെ പെരുമാറ്റത്തിലും നമ്മളുടെ ചിന്താഗതിയിലും നമ്മൾ ഉണ്ടാക്കി എടുക്കേണ്ടതല്ലേ. പക്ഷെ ഇവർ പറയുന്നത് ആ വില കിട്ടണമെങ്കിൽ സ്വർണ്ണം ഇട്ട് പോകണം. അങ്ങനെ കിട്ടുന്ന വില ഇത് തീരുമ്പോ പോകും. അങ്ങനെയുള്ളവർ പോണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്, അല്ലേ? ശരിക്കും. അപ്പൊ ഇങ്ങനത്തെ കമന്റ്സ് ഒക്കെ അപ്പൊ എന്തിനാ ഗൗരി വായിക്കണത്? ഞാൻ വായിക്കും. ഇപ്പൊ ഞാൻ നോക്കാലോ, പക്ഷെ ആ സമയത്തൊക്കെ ഇരുന്ന് അതെന്തിനാണ് ഞാൻ ചില സമയത്ത് ഓർക്കും, എനിക്ക് എന്തിന്റെ ആവശ്യമാണ്. പക്ഷെ ഞാൻ വായിക്കും. പക്ഷെ അത് ഗൗരീനെ തളർത്തില്ലേ വീണ്ടും? ഇല്ല ഇല്ല ഇല്ല. കാരണം റിപ്പീറ്റഡ്ലി ഇങ്ങനെ കുറെ നെഗറ്റീവ് കമന്റ്സ് എത്രയായാലും കൂടുതലും നല്ലതിനെക്കാട്ടിലും ചീത്ത പറയുന്നത് കൂടുതൽ വരുമ്പോ ശരി ഇത് പറയുന്ന പോലെ നമ്മൾ സെൽഫ് ബ്ലെയിം ചെയ്യാൻ തോന്നില്ലേ? അയ്യോ ഞാൻ തെറ്റിയിട്ടാണോ, എന്റെ ജഡ്ജ് തെറ്റിയതാണോ, ഇവരൊക്കെ പറയുന്നത് എല്ലാവരും ഞാൻ പെട്ടെന്ന് ഞാൻ ഓക്കെ നോ ഐ എം റൈറ്റ് എന്ന് എനിക്ക് വ്യക്തമായ ധാരണയുണ്ട്. ഇപ്പൊ റീസെന്റ് ഒരു കോമന്റ് ഞാൻ കണ്ടതാ. ഞാനൊരു സെറ്റ് മുണ്ട് ഉടുത്തൊരു വീഡിയോ ഇട്ടപ്പോൾ അതിനകത്ത് എന്ത് സുന്ദരിയാണെന്നൊരു ചേച്ചി കമന്റ് ഇട്ടിരിക്കുന്നു. അതിന്റെ താഴെ ഒരു സ്ത്രീ എഴുതിയിരിക്കുന്നതാണ്, എന്ത് സൗന്ദര്യവും വിദ്യാഭ്യാസവും ഉണ്ടായിട്ട് എന്ത് കാര്യം, ഭർത്താവ് പോയില്ലേന്ന്. ഐ ഡോണ്ട് നോ ഇത് എങ്ങനെ ഇത് വരുമോ. സീരിയസ്ലി ആ കോമന്റില് ഞാനൊരു സ്ത്രീ ആണ് അത് ഇട്ടിരിക്കുന്നത്. എന്ത് കാര്യം, കുടുംബം തകർന്നില്ലേ? എനിക്കത് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. ഒരാളുടെ ലൈഫ് എങ്ങനെയാണ്, ഇപ്പം കല്യാണം എന്ന് പറയുന്നത് ജീവിതത്തിലെ ജസ്റ്റ് എ പാർട്ടാണ്, അല്ലാതെ അതാണ് ജീവിതം എന്ന് വിശ്വസിക്കുന്നിടത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരാൾ വന്നു, അത് ഓക്കെ ആയില്ല, അത് നമ്മൾ വേണ്ടാന്ന് വെച്ച് ഞാൻ അതിൽ നിന്ന് തിരിച്ചു വന്നു. അവിടെ എങ്ങനെ എന്തല്ല ഞാൻ എന്നിട്ടേ മിനി സ്ക്രീൻ പ്രേക്ഷകരുടെ പ്രിയ നടിയാണ് ഗൗരി കൃഷ്ണൻ. മിനി സ്ക്രീനിലൂടെയാണ് ഗൗരിയെ നമ്മൾ കൂടുതലും ഇഷ്ടപ്പെട്ടതും സ്നേഹിച്ചതും എല്ലാം. വളരെ ആർഭാടത്തോടെ, എന്നാൽ നോ ഗോൾഡ് വെഡിങ് ആയിരുന്നു ഗൗരിയുടേത്. വളരെ മനോഹരമായി തന്നെ സ്വന്തം നേതൃത്വത്തിലാണ് ഗൗരി വിവാഹം നടത്തിയത് എന്ന വലിയ രീതിയിൽ അന്ന് ചർച്ചയായി. എന്നാൽ കുറച്ചു നാളുകൾക്കിപ്പുറം ഗൗരി വിവാഹമോചിതയായി എന്ന വാർത്തയും എത്തിയിരുന്നു.
ജനപ്രിയ സീരിയലായ പൗർണമി തിങ്കൾ എന്ന സീരിയലിലൂടെയാണ് ഗൗരി ശ്രദ്ധിക്കപ്പെട്ടത്. ആ സീരിയലിന്റെ സംവിധായകനായ മനോജുമായി തന്നെയാണ് വിവാഹം ചെയ്തതും പിന്നീട് വേർപിരിഞ്ഞതും. തന്റെ വ്ലോഗിലൂടെ തന്നെയാണ് ഗൗരി ഇത് പറഞ്ഞത്. തനിക്ക് ജീവിതത്തിൽ എന്താണ് വേണ്ടതെന്ന് തിരിച്ചറിയാൻ ദാമ്പത്യ ജീവിതം സഹായിച്ചുവെന്ന് ഗൗരി പറയുന്നു. മനോജ് വളരെ നല്ലൊരു മനുഷ്യനാണെന്നും എന്നാൽ ഇരുവർക്കുമുള്ള താല്പര്യങ്ങളും സങ്കല്പങ്ങളും വ്യത്യസ്തമായിരുന്നുവെന്നും താരം വ്യക്തമാക്കി. പുറത്തു പോകാനോ സുഹൃത്തുക്കൾക്കൊപ്പം സമയം ചിലവഴിക്കാനോ ആഗ്രഹിക്കാത്ത തനിക്ക് കുടുംബത്തോടൊപ്പമുള്ള സമയം വളരെ പ്രധാനമായിരുന്നു. എന്നാൽ അത് തനിക്ക് ലഭിച്ചില്ലെന്നും അതിൽ അദ്ദേഹത്തെ കുറ്റപ്പെടുത്താൻ കഴിയില്ലെന്നും ഗൗരി പറയുന്നു.